ഇപ്പൊ നമ്മള് ഒരാളോട് ഇടപെടുന്നത് കണ്ടാൽ അവർക്ക് മനസ്സിലായി. ഇപ്പൊ മമ്മൂട്ടി വന്നാൽ ചിലപ്പോൾ ഒരാൾ ഒരുത്തൻ ചെന്ന് തൊടാൻ ചെല്ലത്തില്ല, പക്ഷെ മോഹൻലാൽ എന്നാൽ ചിലപ്പോൾ ചെല്ലും. കാരണം ഇവർ പ്രസന്റ് ചെയ്യുന്നുണ്ട്, ഇവരെ ഈ മീഡിയ വഴിയോ സിനിമ വഴിയോ ഒക്കെ ഇവർ കാണിക്കുന്ന ഒരു സാധനം വെച്ചിട്ടാണ് നമ്മൾ അവരെ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒരു IAS ഓഫീസർ വന്നാൽ ചിലപ്പോൾ തോളത്ത് കൈയിടത്തില്ല ചെറുക്കൻ. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവർക്ക് ആ ഒരു രീതി അവർക്ക് അറിയത്തില്ല. ഇപ്പൊ നന്ദു അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അയാൾ ഇങ്ങനത്തെ മേഖലയിൽ ഇടപെടുന്നതുകൊണ്ട് നന്ദുവിനെ ഫ്രണ്ട്ലി ആയിട്ട് ആറാട്ടെന്ന് തോന്നി കാണും. അങ്ങനെ തോന്നാവൂ, മനസ്സിലായോ? പിന്നെ IAS കാരന് തോളത്ത് തട്ടരുതെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. അയാൾക്ക് വേണേ അനുവദിക്കുന്നവർക്കൊക്കെ തട്ടുമൊക്കെ ചെയ്യാം. പിന്നെ ഇങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. അത് ആ ഒരു പൊസിഷൻ വേറെ രീതിയിലായതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ബാഡ്ജിങ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നന്ദു ആരാന്ന് എനിക്കറിയത്തില്ല. നന്ദു ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ സിനിമ നടനാണ്. അതിൽ കൂടുതൽ വലിയ സംഭവമൊന്നും അല്ല. അങ്ങനെ വലിയൊരാളായിട്ടൊന്നും കാണിക്കാനൊന്നും ഇല്ല. അപ്പൊ ആ ഒരു കാര്യത്തില് നന്ദു തീരുമാനിക്കാനും പറ്റത്തില്ല ആറാട്ടൻ കുറഞ്ഞാണ്. ആറാട്ടൻ ഈക്വല ശരിക്കും നന്ദുവിന്റെ. കാരണം ആറാട്ടനും ഒരു നല്ല ഫാമിലി എന്ന് പറയുന്ന പോലത്തെ ഒരു സ്ഥലത്താണെങ്കിൽ അതുണ്ട്. ഇനി എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതുണ്ട്, കയ്യിൽ പൈസ ഉണ്ട്, ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്, കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. ആറാട്ടന് പിന്നെ എന്തൊക്കെയോ ഉണ്ട്. പല അഡ്മിഷനും കിട്ടിയതാണ്, അതിനൊന്നും പോയില്ല എന്നൊക്കെ ആറാട്ടൻ എപ്പോഴും പറയും. മനസ്സിലായി, വേദനിക്കുന്ന കോടീശ്വരനാണ് ആറാട്ടൻ. അപ്പൊ ആറാട്ടന് നന്ദുവിനെ കാണുമ്പോൾ ഇങ്ങനെ തട്ടാം എന്ന് ആറാട്ടന് തോന്നുവാണ്. അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും?